PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമനങ്ങളാണ്. വരുന്ന എല്ലാ പരീക്ഷകൾക്കും 1 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാലോ, ഒരു ദിവസം 4 ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. കാലത്ത് 6 മണിക്ക് കറണ്ട് അഫയേഴ്സ്, പിന്നെ കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട്, അത് വരുന്ന എല്ലാ പരീക്ഷകൾക്കും പ്രയോജനമാകുന്ന രീതിയിലാണ്. അപ്പോൾ ചോദ്യങ്ങൾ വെറുതെ വായിച്ചു പോവുകയല്ല, അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ്. മനോജ് സോണി. എങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കണക്ഷൻ പറയാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർ ഇങ്ങനെ ഓർക്കാം. UPSCയുടെയൊക്കെ ചെയർമാൻ ആവണമെങ്കിൽ അത്യാവശ്യം നല്ല നോളേജ് വേണമെന്ന് ഓർക്കാം കേട്ടോ. നമ്മുടെ കേരള PSC പോലെയല്ല, UPSCയുടെ ചെയർമാനൊക്കെ ആവണമെങ്കിൽ അത്യാവശ്യം നല്ല നോളേജ് വേണം. നോളേജ് നോജൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നോജ്. ഓക്കെ, അപ്പോൾ നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണി. അടുത്ത സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ മേധാവി ധീരേന്ദ്ര ഓജയാണ് കേട്ടോ. ധീരേന്ദ്ര ഓജയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ മേധാവി. ധീരേന്ദ്ര ഓജ പഠിച്ചു വെച്ചേക്കണം. ഇനി ട്വിറ്ററിൻ്റെ പുതിയ CEO ആണ് ലിൻഡ യാക്കാരിനോ. ആരാണ്? ലിൻഡ യാക്കാരിനോ ആണ് ട്വിറ്ററിൻ്റെ പുതിയ CEO എന്ന് പറയുന്നത്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറലാണ് സെലസ്റ്റ സൗലോ. ആരാണ്? ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറലാണ് സെലസ്റ്റ സൗലോ. ഓർത്തിരിക്കണം കേട്ടോ. ഇനി യൂട്യൂബ് CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നീൽ മോഹൻ. ഓക്കെ, യൂട്യൂബ് CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? നീൽ മോഹൻ ആണ്. നീൽ മോഹൻ. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇൻ ചാർജ് രാഹുൽ നവീൻ ആണ് കേട്ടോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് EDയുടെ ഡയറക്ടർ ഇൻ ചാർജ് ആർക്കാണ്? രാഹുൽ നവീൻ. ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായിട്ട് ചുമതലയേറ്റത് പ്രമീള മാലിക്. ഒഡീഷ നിയമസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറായിട്ട് ചുമതലയേറ്റത് ആരാണ്? പ്രമീള മാലിക്കാണ്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി എല്ലാവർക്കും അറിയാം, ഡോക്ടർ വി വേണു ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പം നിലവിലെ UPSC ചെയർമാൻ ആരാ? മനോജ് സോണി. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ മേധാവി ആരാണ്? ധീരേന്ദ്ര ഓജ. ട്വിറ്ററിന്റെ പുതിയ CEO ലിൻഡ യാക്കാരിനോ. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറലാണ് സെലസ്റ്റ സൗലോ. യൂട്യൂബ് CEO ആയിട്ടുള്ള ഇന്ത്യൻ വംശജൻ നീൽ മോഹൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇൻ ചാർജ് രാഹുൽ നവീൻ. ഒഡീഷ നിയമസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറായിട്ട് ചുമതലയേറ്റത് പ്രമീള മാലിക്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു. ഇത്രയും പേരെ കിട്ടിയില്ലേ? അടുത്ത സെഷൻ നോക്കാം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ, PTIയുടെ ചെയർമാൻ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? KN ശാന്തകുമാർ ആണ് കേട്ടോ. ഓക്കെ, KN ശാന്തകുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? KN ശാന്തകുമാർ. അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ ഈ ശാന്തമായിട്ട് ഇരിക്കുന്നവരെ, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നവരെ ഒരുപാട് അങ്ങ് ട്രസ്റ്റ് ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറയില്ലേ? സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നവരെ ഒരുപാട് അങ്ങ് ട്രസ്റ്റ് ചെയ്യരുത്, അങ്ങനെ ഓർത്താൽ മതി. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KN ശാന്തകുമാർ എന്നുള്ളത് ഓർത്തിരിക്കാം. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേട്ടോ. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോലീസ് മേധാവിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഇനി കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി UT ഖാദർ ആണ് കേട്ടോ.
കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളിയാണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി ആരാണ്? UT ഖാദർ. ഇനി ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കും അജയ് ബംഗ. ആരാണ്? അജയ് ബംഗ. ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. അപ്പൊ ഇവിടെ ബാങ്ക്, ഇവിടെ ബംഗ അല്ലെ, രണ്ടും പ്രൊനൗൺസിയേഷൻ ഒരുപോലെയുണ്ട്. അപ്പൊ ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി CBIയുടെ പുതിയ ഡയറക്ടറാണ് പ്രവീൺ സൂദ് കേട്ടോ, പ്രവീൺ സൂദ്. അപ്പോൾ CBIയിലൊക്കെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താണ്, പ്രാവീണ്യമുള്ള ആളായിരിക്കണം അല്ലേ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രാവീണ്യമുള്ള അല്ലെ, നല്ല കഴിവുള്ള ആളായിരിക്കണം എന്നുള്ള രീതിയിൽ CBIയുടെ പുതിയ ഡയറക്ടറാണ് പ്രവീൺ സൂദ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. അപ്പോൾ പ്രവീൺ സൂദും പ്രവീൺ കുമാർ ശ്രീവാസ്തവയും കൂടെ തിരിഞ്ഞു പോകരുത്. അപ്പോൾ CBI ആവണമെങ്കിൽ പ്രാവീണ്യം വേണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പറയുന്ന മാറിപ്പോവാതിരിക്കാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ്. അപ്പോൾ നല്ല വിജിലൻ്റ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാത്തിൻ്റെയും വാസ്തവമൊക്കെ കണ്ടുപിടിക്കുക അല്ലേ, വിജിലൻ്റ് ആയിട്ടുള്ള ആളുകളാണ് വാസ്തവം കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അടുത്തത് BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? നിതിൻ അഗർവാൾ ആണ് കേട്ടോ. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിതിൻ അഗർവാൾ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ. നമ്മൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുന്ന ആരെയാണ്? ശാന്തമായി ഇരിക്കുന്നവർ അല്ലേ. അപ്പോൾ KN ശാന്തകുമാർ. കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി, നമ്മൾ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അപ്പോൾ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി UT ഖാദർ. ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ വംശജൻ, ബാങ്ക് പോലെ ബംഗ, അജയ് ബംഗ. CBIയുടെ പുതിയ ഡയറക്ടർ, CBI ആവണമെങ്കിൽ പ്രാവീണ്യം വേണം അല്ലെ, അപ്പോൾ പ്രവീൺ സൂദ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്, വിജിലന്റ് ആയിട്ടുള്ളവർ എന്ത് കണ്ടുപിടിക്കും? വാസ്തവം. അപ്പോൾ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? നിതിൻ അഗർവാൾ. ഓക്കെ അല്ലേ. അടുത്തത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവി ആരാണ്? റോ. ഓക്കെ, റോയുടെ പുതിയ മേധാവിയാണ് ചോദിച്ചിരിക്കുന്നത്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവിയാണ് രവി സിൻഹ. രവി സിൻഹ. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവി ആരാണ്? രവി സിൻഹയാണ് കേട്ടോ. ഇനി നീതി ആയോഗിന്റെ പുതിയ CEO, എല്ലാവർക്കും അറിയാം നീതി ആയോഗിന്റെ പുതിയ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ പുതിയ CEO ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് BVR സുബ്രഹ്മണ്യം. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആശിഷ് J ദേശായി ആണ് കേട്ടോ. കേരള ഹൈക്കോടതിയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസ് ആണ്? 38ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആശിഷ് J ദേശായി ആണ് കേട്ടോ. ആശിഷ് J ദേശായി. ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് അഡ്വക്കേറ്റ് AA റഷീദ് ആണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് AA റഷീദ് ആണ് കേട്ടോ. റഷീദ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ പുതിയ ചെയർമാനാണ് സഞ്ജയ് കുമാർ അഗർവാൾ. സഞ്ജയ് കുമാർ അഗർവാൾ ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ പുതിയ ചെയർമാൻ, സഞ്ജയ് കുമാർ അഗർവാൾ. അടുത്തത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവയാണ് കേട്ടോ. അപ്പൊ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. ഇനി കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ ആണ് കേട്ടോ. കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആരാണ്? രാകേഷ് പാൽ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ള സ്റ്റേറ്റ് സ്വീപ്പ് ഐക്കൺ ഓഫ് കേരള ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. ഇത്രയും പേരെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, റോയുടെ പുതിയ മേധാവി ആരാണ്? രവി സിൻഹ. നീതി ആയോഗിന്റെ പുതിയ CEO ആരാ? BVR സുബ്രഹ്മണ്യം. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആശിഷ് J ദേശായി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് അഡ്വക്കേറ്റ് AA റഷീദ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ പുതിയ ചെയർമാനാണ് സഞ്ജയ് കുമാർ അഗർവാൾ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ. കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുള്ള സ്റ്റേറ്റ് സ്വീപ്പ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ഓക്കെ, അടുത്തത്
KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടർ ആയിട്ട് നിയമിതനായത് ആരാണ്? ജിജോയ് PR ആണ് കേട്ടോ. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടറായി നിയമിതനായത് ജിജോയ് PR. ഇനി KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് സയ്യിദ് അക്തർ മിർസയാണ് കേട്ടോ. അപ്പോൾ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടർ ചോദിച്ചാൽ ജിജോയ് PR ആണ്. ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? സയ്യിദ് അക്തർ മിർസ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PYQ ആണ്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ പ്രമോദ് അഗർവാൾ ആണ് കേട്ടോ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാൾ. കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റ ഉത്തർപ്രദേശ് സ്വദേശിയാണ് അതുർവ സിൻഹ. കേരള അക്കൗണ്ടന്റ് ജനറലായിട്ട് ചുമതലയേറ്റ UP സ്വദേശിയാണ് ആര്? അതുർവ സിൻഹ. ദെൻ കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായിട്ട് നിയമിതരായവർ ആരൊക്കെയാണ്? കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആരാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇനി കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായിട്ട് നിയമിതരായത് ആരൊക്കെയാണ്? ജോൺസൺ ജോണും G ഗിരീഷും C പ്രദീപ് കുമാറും. ജോൺസൺ ജോൺ, G ഗിരീഷ്, C പ്രദീപ് കുമാർ എന്നിവരാണ് കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായിട്ട് നിയമിതരായവർ. ദെൻ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ B അനന്തകൃഷ്ണൻ ആണ് കേട്ടോ. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ B അനന്തകൃഷ്ണൻ. ഓക്കെ. ഇനി ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിന്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളിയാണ് പ്രിയ നായർ. ഒന്ന് ഓർത്തിരുന്നോളൂ. ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായിട്ടുള്ള യൂണിലിവറിന്റെ നേതൃത്വ നിരയായിട്ടുള്ള യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളിയാണ് പ്രിയ നായർ. ഓക്കെ. അപ്പോൾ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടർ ആരാണ്? ജിജോയ് PR. പിന്നെ അതിന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സയ്യിദ് അക്തർ മിർസ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ പ്രമോദ് അഗർവാൾ. കേരള അക്കൗണ്ടന്റ് ജനറലായിട്ട് ചുമതലയേറ്റ UP സ്വദേശിയാണ് അതുർവ സിൻഹ. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായിട്ട് നിയമിതരായവർ ജോൺസൺ ജോണും G ഗിരീഷും C പ്രദീപ് കുമാറും. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആയത് പ്രൊഫസർ B അനന്തകൃഷ്ണൻ. ദെൻ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളിയാണ് പ്രിയ നായർ. ഓക്കെ. അടുത്ത ചോദ്യം. അടുത്തത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ അതായത് IBDFന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് K മാധവനാണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ IBDFന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? K മാധവൻ. ഇനി നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽപ്പടയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റത് നാവികസേനയുടെ കമാൻഡിംഗ് ഓഫീസറായിട്ട് കേട്ടോ പടിഞ്ഞാറൻ കപ്പൽപ്പടയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഓഫീസറായിട്ട് ചുമതലയേറ്റ മലയാളിയാണ് അഡ്മിറൽ CR പ്രവീൺ നായർ. ഇമ്പോർട്ടൻ്റ് ആണ്. നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഓഫീസറായിട്ട് ചുമതലയേറ്റ മലയാളി ആരാണ്? അഡ്മിറൽ CR പ്രവീൺ നായർ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലിരിക്കുന്ന ആദ്യ ദളിത് വിഭാഗക്കാരൻ ആരാണ്? ഹീരാലാൽ സമാരിയ. ഇപ്പോഴത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമാരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് വിഭാഗക്കാരനും കൂടിയാണ് ഹീരാലാൽ സമാരിയ. അടുത്തത് മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കരീന കപൂർ ആണ്. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ കരീന കപൂർ. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയിട്ട് ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനാണ്. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ആണ് ഡോക്ടർ ബോബ് ജോസഫ്. കേട്ടോ. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് K മാധവൻ. നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽപ്പടയുടെ കമാൻഡിംഗ് ഓഫീസറായിട്ട് ചുമതലയേറ്റ മലയാളി അഡ്മിറൽ CR പ്രവീൺ നായർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് വിഭാഗക്കാരനാണ് ഹീരാലാൽ സമാരിയ. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ കരീന കപൂർ. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റാണ് ഡോക്ടർ ബോബ് ജോസഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യർ.
പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടനാണ് ആർ മാധവൻ. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായ ചലച്ചിത്ര നടൻ ആരാണ്? ആർ മാധവൻ. ഫെഡറൽ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി. ഫെഡറൽ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടറായിട്ടുള്ള മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഏലിയാസ് ജോർജ് എന്ന് പറയുന്നത്. ഏലിയാസ് ജോർജ്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആർ മാധവൻ. ഫെഡറൽ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏലിയാസ് ജോർജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയാത്ത കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്